നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. കേരള ചരിത്രത്തിൽ ഒറ്റത്തവണ മാത്രം സംഭവിച്ചൊരു വിസ്മയമാണ് നിയമസഭയിൽ ഒരു BJP MLA. കാലം മുന്നോട്ട് പോകുമ്പോൾ BJPയിൽ ചേരുക, BJPയുടെ സ്ഥാനാർത്ഥിയാവുക, അത് ന്യൂ നോർമലായി മാറിയിട്ടുണ്ട്. BJP ഇത്തവണ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. BJP രണ്ടാം സ്ഥാനത്തും CPM മൂന്നാമതും നിൽക്കുന്ന മണ്ഡലം. അവിടെ പൊതു സ്വതന്ത്രനാണ് CPMന്റെ സ്ഥാനാർത്ഥി NMR റസാഖ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ BJPയെ ജയിപ്പിക്കാനുള്ള ഡീലാണിതെന്ന് ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. നോ ഡീൽ എന്ന മുഖ്യമന്ത്രിയും ഡീൽ ജനത്തോടെന്ന് രാജീവ് ചന്ദ്രശേഖറും പറയുന്നു. ഇന്നത്തെ ചോദ്യം, ഡീൽ ഓർ നോ ഡീൽ? അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കുകയുണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. ഡീൽ ആരോപിക്കുന്നത് അത് തന്നെ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പോകുന്ന ഡീലിനുള്ള മുൻകൂർ ജാമ്യം തേടലാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പുകളിൽ ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസും BJPയും ലീഗും ചേർന്നാണ് എല്ലാ ഘട്ടത്തിലും ഡീലുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു തന്ത്രം. അവിടെ അടുത്ത് തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ അലയൻസിൽ മത്സരിക്കുന്നതാണ് CPMും കോൺഗ്രസും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? 100% ഇത് നുണയാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന അവരുടെ ഒരു രീതിയാണ്, തന്ത്രമാണ്. നമുക്കിപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPMൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, BJPയിൽ നിന്ന് മനു പ്രസാദ് എന്നിവരാണുള്ളത്. ആദ്യം ഡോക്ടർ PK ഗോപൻ, പാലക്കാട് CPMന് BJPയുമായി ഡീലുണ്ടോ? ഇത്രയും അസംബന്ധമായ ഒരു ചോദ്യം വൈകുന്നേരം കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. കാരണം കേരളത്തിലെ പാലക്കാട് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമല്ല. ഞങ്ങൾ ജയിക്കാത്ത മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം ഇന്നുകൊണ്ട് അത്തരം ചില വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നവർ, അങ്ങനെ പല രീതികൾ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ തോറ്റ മണ്ഡലങ്ങളിൽ അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത്. അത് പുറത്തുള്ള ചിലരുടെ വോട്ട് കൂടി സമാഹരിച്ചാൽ ജയിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പരമ്പരാഗതമായി ശക്തിയില്ലാത്ത മണ്ഡലങ്ങളിൽ മറ്റ് വോട്ടുകൾ കൂടി സമാഹരിച്ച് ഞങ്ങൾ ആ പരീക്ഷണം നടത്തി നന്നായിട്ട് വിജയിച്ചിട്ടുള്ളവരാണ്. പാലക്കാട് ഒരു LDF കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. ആ സ്ഥലത്ത് ഒരു മുസ്ലിം നാമധാരിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന അസ്വസ്ഥത എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആ അസ്വസ്ഥത എവിടം വരെ എത്തിയെന്നുള്ളതാണ്. പറയാതെ പറഞ്ഞു വയ്ക്കുന്ന വർഗീയതയാണത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീമതി ആര്യ നല്ല ഒരു പത്രപ്രവർത്തകയാണ്, അന്വേഷണാത്മക പത്രപ്രവർത്തകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വത്തോടുകൂടി ഒരാരോപണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് BJPയും കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് എന്നത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ചരിത്രപരമായി ഒരു കാലത്തും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ് CPMനെയും BJPയും ബന്ധപ്പെടുത്തി പറയുന്നത്. നമുക്കിവിടെ വൈകുന്നേരത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അധികാരത്തിൽ വരാൻ തടസ്സമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമാണ് BJP. എന്നാൽ CPMനെ സംബന്ധിച്ച് BJP പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണ്. അതുകൊണ്ടാണ് ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയായ CPMനെ BJP അഖിലേന്ത്യാ നേതൃത്വം 1-ാം നമ്പർ ശത്രുവായിട്ട് കാണുന്നതിൻ്റെ കാരണം അതാണ്. അത് പ്രത്യയശാസ്ത്രപരമാണ്. ഫാസിസത്തിനെതിരായി, തീവ്രവർഗീയതയ്ക്കെതിരായി, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാട് CPMനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുമ്പോൾ, അത് പൗരത്വ ബില്ലായിക്കൊള്ളട്ടെ, SIR ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം എതിരെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അസംബ്ലിക്കകത്ത്
അതിന് നിയമപരമായി എത്രത്തോളം സാധുത എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ലാണ്. കേരള അസംബ്ലിയിലാണ് അതിന് ബദലായിട്ട് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. പൗരത്വ ഭേദഗതിക്കെതിരായിട്ട് ആദ്യം പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കുന്നത് കേരളത്തിലാണ്. 9 നിയമങ്ങളാണ് അങ്ങനെ, അല്ലെങ്കിൽ 9 പ്രമേയങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദ്രോഹിക്കുമ്പോൾ 19 പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്ന് BJPക്ക് ഈ കേരളത്തോട് കാണിക്കുന്ന സമീപനത്തിനെതിരായി ഒരക്ഷരം പറയാനില്ല. ഏറ്റവും അവസാനം തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും സംയുക്ത സംഭാവനയായ ഒരു വലിയ പദ്ധതിയെ ചവിട്ടിയരച്ച് ഇല്ലാതാക്കുമ്പോൾ വിദേശ പര്യടനത്തിലായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പോട്ടെ, അദ്ദേഹം വിദേശ പര്യടനത്തിന് പോയി. ഈ 19 പാർലമെൻറ്റ് മെമ്പർമാർ പുറത്തിറങ്ങി നിന്ന് വേറെ പാട്ടുപാടുകയായിരുന്നു. അവർക്ക് പ്രതിഷേധിക്കാനില്ല. അപ്പം BJPക്കെതിരായി ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടി. ഇനി ഇത് മാത്രമാണ് വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ആരെ വിശ്വസിക്കണം? നിങ്ങൾ CPM നിർത്തിയിരിക്കുന്ന പൊതു സ്വതന്ത്രനായ ഈ NMR റസാഖ് മുസ്ലിം നാമധാരി ആയതാണ് കോൺഗ്രസിന് അലോസരപ്പെടുത്തുന്നതെന്ന് താങ്കൾ പറഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന UDFന്റെ MLA അത് ഷാഫി പറമ്പിലല്ലേ? അല്ല, അത് MLAയുടെ പേരെന്താണ്, MLA ഏത് സമുദായം, അതല്ല അവിടുത്തെ വിഷയം. അത് ഷാഫി പറമ്പിൽ വന്നോ വേറൊരാളോ, ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി, അവിടെ മറ്റൊരു സമൂഹത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥിയെ കണ്ടതിൻ്റെ അസ്വസ്ഥതയിൽ ഇങ്ങനെ ഈ രൂപത്തിലാണ് വർത്തമാനം പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ പേര് വെച്ചിട്ടല്ല അത് ചർച്ച ചെയ്യേണ്ടത്. അതല്ല അതിൻ്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം, പാലക്കാട് CPM ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിൻ്റെ അപാകത എന്താ? എത്ര സ്ഥലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വതന്ത്രരായിട്ട് നിർത്തിയിരിക്കുന്നു? അതല്ലെങ്കിൽ CPMൽ നിന്ന് വന്നവരെ നിർത്തിയിരിക്കുന്നു? ഏത് ഡീലിൻ്റെ ഭാഗമായിട്ടാണ്? ഇനി നിങ്ങൾ നേമം മണ്ഡലത്തിൽ മുമ്പത്തെ കാര്യം നോക്കൂ. ആ നേമം മണ്ഡലത്തിൽ 10,000 വോട്ട് മാത്രമാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പിടിച്ചത്. ആര് ജയിക്കുമ്പോൾ? ശ്രീ O രാജഗോപാൽ ജയിക്കുമ്പോൾ. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്വന്തമായി ശേഷിയുള്ള സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിച്ചു. അങ്ങനെ BJP അവിടെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഖാവ് ശിവൻകുട്ടി അവിടെ ജയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടെല്ലാം അവിടെ പോയി. ഇനി കോലീബി സഖ്യം എന്നുള്ളത് കേരളത്തിൽ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വിശേഷപ്പെട്ട ചർച്ചയാണ്. BJP നേതൃത്വം തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. KG മാരാർ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ അത് വിശദീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസുമായിട്ട് അങ്ങനെ ഐക്യം ഉണ്ടാക്കി എന്നുള്ളത്. ഇനി മറ്റത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന സ്ഥിതി എന്താണ്? സുരേന്ദ്രൻ പറഞ്ഞതെന്താണ്? സണ്ണി ജോസഫ് സാറിനെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ മറ്റത്തൂർ നടത്തിയ ഡീല് അത് അസംബ്ലിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35 MLAമാർ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അപ്പോൾ പത്രക്കാർ ചോദിച്ചോ, പറഞ്ഞു നിങ്ങളൊക്കെ ഡൽഹിയിൽ പത്രപ്രവർത്തനം നടത്തുവരില്ലേ, ഞങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? CPMൻ്റെ MLAമാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണോ? വേറെ ഏതെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടാണോ? കോൺഗ്രസിൻ്റെ MLAമാരെ MPമാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ്. 9 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ BJPക്ക് കൊടുത്തവർ, 17 PCC പ്രസിഡന്റുമാരെ BJPക്ക് കൊടുത്തവർ, 100-ലധികം പാർലമെന്റ് അംഗങ്ങളെ BJPക്ക് കൊടുത്തവർ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ 2 പേരുടെ മക്കളെ BJPക്ക് കൊടുത്തവർ, ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് സഹോദരനെ BJPക്ക് കൊടുത്തവർ, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോട് പറയുന്ന ഒരാളെ BJP കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി വെച്ചവർ. ഇവർ എന്ത് മര്യാദയായി പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കനകോലു പറഞ്ഞിട്ടുള്ളത് 40% കൂടുതൽ കേരളത്തിൽ മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റിയെ മനസ്സിലായി. അല്ല, ആ മൈനോറിറ്റിയുടെ വോട്ട് പിടിക്കണമെങ്കിൽ BJPയിൽ ആരോപിക്കണം. ഇത് കനകോലുവിന്റെ തിയറിയാണ്. ശരി, ഒരു കാരണവശാലും പാലക്കാട് ഇത്തരം ഒരു സമീപനം ചർച്ച ചെയ്യുന്നത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പം ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞ കാര്യം പാലക്കാട് മാത്രമല്ല മറ്റു 3 മണ്ഡലങ്ങളിൽ കൂടി സമാനമായി CPM BJP ഡീലുണ്ടെന്നാണ്. പാലക്കാട് ഒരുപക്ഷെ അവർ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരിക്കും. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് രാഖി രാമാനം പോയ P സരിനായിരുന്നു കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥി. അതില്ല, ശരി, അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആളില്ലെങ്കിലും പൊതു സ്വതന്ത്രരെ CPM സ്വാഭാവികമായും പലയിടത്തും പരീക്ഷിക്കാറുണ്ട്. പല ഘട്ടങ്ങളിലും ആ പരീക്ഷണം വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഡീൽ ഉണ്ട് എന്ന് ആരോപിക്കുന്നത് പരാജയ ഭീതി കൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കും ജിൻഡോ? അറിയാം, ഞങ്ങൾക്ക് പരാജയ ഭീതിയുണ്ട് എന്ന് CPMകാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളുടെ പൾസ് റീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്.
സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേണിന് വിരുദ്ധമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം UDF അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വ്യത്യസ്തമാണെന്നാണ് ഇവർ ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പറഞ്ഞത്. ലോക്സഭയുടെ പാറ്റേൺ അല്ല ലോക്കൽ ബോഡിക്ക്, ലോക്കൽ ബോഡിയുടെ പാറ്റേൺ അല്ല നിയമസഭയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേണിൽ UDF അനുകൂല തരംഗത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിച്ചു വരുന്നു എന്നുള്ളത് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ള ആ വ്യാഖ്യാനം ശരിയല്ല. ഇനി ശ്രീ ഗോപൻ പറഞ്ഞ ഒരു കാര്യം, ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ കേരളത്തിലെ സർക്കാർ തീരുമാനങ്ങൾ എടുത്തുവെന്ന്, അതിൽ പല കാലഘട്ടത്തിലും യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം നമ്മൾക്ക് നിൽക്കാൻ യോജിക്കാൻ പറ്റുന്ന കാര്യത്തോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF പ്രതിപക്ഷം LDF സർക്കാരിനോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇവരുടെ മാത്രം കേമമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ പോലും ജനവിരുദ്ധമായിട്ടുള്ള പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്ന. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സമരഭടന്മാർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഘപരിവാർ വൽക്കൃത പോലീസിന്റെ പേര് പിണറായി വിജയന്റെ പോലീസ് എന്ന. അത് നമ്മൾ മറന്നുപോയി കൂടാലോ. അങ്ങനെ ഓരോന്നും പൗരത്വ നിയമം ആയിക്കോട്ടെ, വഖഫ് അമെൻഡ്മെന്റ് നിയമം ആയിക്കോട്ടെ, അതുപോലെ ഫലസ്തീൻ അനുകൂല സമരം ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോപൻ ഇത്തരം വർത്തമാനം പറയുന്നത്. അത് സ്വന്തം സഖാക്കന്മാർക്ക് പോലും വിശ്വസിക്കാവുന്ന കാര്യമല്ല. ഇനി നിങ്ങൾ തമ്മിൽ ഡീലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ കൊടകര കുഴൽപ്പണ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ നിരന്തരം കുഴൽപ്പണം കടത്തി എന്ന് ആക്ഷേപിക്കുന്ന കെ സുരേന്ദ്രൻ ആ കേസിലെ സാക്ഷിയാക്കപ്പെട്ടത്? കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണമാണ് എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം എന്നുള്ള രീതിയിലുള്ള അതിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളിട്ട് കേരള പോലീസ് കേസെടുത്തില്ല. അവര് കേന്ദ്രത്തിലേക്ക് അയച്ച് കാത്തിരുന്നു പറഞ്ഞ BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അന്വേഷണം നരേന്ദ്രമോദിക്ക് അന്വേഷണത്തിന് അയച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇനി മഞ്ചേശ്വരം കോഴക്കേസിൽ കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ നേരാവണ്ണം ഹാജരാകാതെ നിലപാടെടുക്കാതെ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവരുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഇവരുടെ കൂടെ ഇരുന്ന റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ BJPക്കാർ തല്ലി കൈയും കാലും ആക്രമിച്ച് അധിക്ഷേപിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ CPM നേതാക്കന്മാരടക്കമുള്ള ആളുകൾ മൊഴി മാറ്റിയത് കൊണ്ട് BJPക്കാർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തൃശൂർ പൂരം കലക്കിക്കൊണ്ട് RSSന് അനുകൂലമായിട്ട് സേവാഭാരതിയുടെ ആംബുലൻസ് കടന്നു വരാൻ സാഹചര്യം ഒരുക്കി, സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന സാഹചര്യം ഒരുക്കി. എന്നിട്ട് സുനിൽ കുമാർ എന്ന LDFന്റെ സ്ഥാനാർത്ഥി നിരന്തരം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനോ അന്വേഷണം നടത്തി ഒരു നടപടി സ്വീകരിക്കാനോ RSSന് അനുകൂലമായിട്ട് നയപരിപാടി നടപ്പാക്കിയ ADGP MR അജികുമാറിനെയോ അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണം നടത്തിയ റിപ്പോർട്ടൊക്കെ വന്നോ? ആ റിപ്പോർട്ടിൽ ക്ലീൻ ഷീറ്റ്. ആരാണ് അന്വേഷണം നടത്തിയത്? ADGP MR അജികുമാറിന്റെ നേതൃത്വത്തിൽ. ആരെക്കുറിച്ച് ആരോപണമുള്ളത്? ADGP MR അജികുമാറിനെതിരെ. RSSന്റെ നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയെയും രാംമാധവനെയും 10 ദിവസത്തെ ഇടവേളകളിൽ കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ ADGP MR അജികുമാറിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ആരോപണം. അയാൾ തന്നെ അന്വേഷിക്കുന്നു, അയാൾ തന്നെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അത് വലിയ മഹത്തായ സേവനമാണെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ആര്യ, ആ അങ്കിത് അശോക് എന്ന് പറഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തൃശൂർ പൂരം കലക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള ആക്ഷേപം വന്നിട്ട് ഈ CPMന് എന്ത് നടപടി അവിടെ സ്വീകരിക്കാൻ പറ്റിയത്? അറ്റ്ലീസ്റ്റ് ആ സുനിൽ കുമാറിനെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ആ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ? CPIയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയോ? ഇനി അതിനപ്പുറത്ത് തൃശ്ശൂര് അവര് നമ്മൾ SIRമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും അതുപോലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ളവർ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇരട്ടയോട്ടും കള്ളവോട്ടും ചേർത്തു എന്നുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് CPM എന്ത് പൊളിറ്റിക്കൽ ടേക്കാണ് അതിലെടുത്തിട്ടുള്ളത്? ഒന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അപ്പോൾ ഇത് ഇവിടെ കുറെ കാലങ്ങളായി നടക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പാലക്കാട് ഒരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ പിണങ്ങി പിരിഞ്ഞ് BJPയിൽ ചെന്ന് അവിടെയും ഇടം കിട്ടാതെ CPMയിൽ ചെന്ന ആൾക്ക് പാർട്ടി ചിഹ്നം കൊടുത്ത് രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തുന്നത് എന്ന് വെല്ലുവിളി നടത്തിയ ആളുകൾ ഇന്ന് അതിലും വലിയ രാഷ്ട്രീയ പോരാട്ടം കേരളമെമ്പാടും നടക്കുമ്പോൾ പാലക്കാട് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് CPM വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കണം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വരികയും ഇപ്പോൾ 3ാം സ്ഥാനത്താണ് CPM. അതിനേക്കാൾ താഴെ പോയാൽ CPM വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോയ അങ്ങനെ ഒരു ബ്ലണ്ടറിന് അവർ നിന്നു കൊടുക്കുമോ?
ആര്യയുടെ ചോദ്യം കറക്റ്റാണ്. അത് നേരിട്ട് നോക്കിയാൽ നമുക്കൊരു നിഷ്കളങ്ക ചോദ്യമാണ്, ശരിയാണെന്ന് തോന്നും. അതിലേക്ക് ഒരു കുഴപ്പമുണ്ട്. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറയും BJP വലിയ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന 2 സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലങ്ങളിലും 2020 ചക്കയുമായിട്ടാണ് ആരൊക്കെയോ ഒന്ന് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് വോട്ടർ പട്ടിക പോലും പേരില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല ആളുകളെയും കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ഏത് മുന്നണിയിൽപ്പെട്ട ആളുകളും ആയിരിക്കാം, നമ്മളൊരു അപ്പോഴത്തെ ഒരു വൈബ് അനുസരിച്ച് ആളുകളെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ വോട്ടുണ്ടായി നമുക്ക് വരില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിയമസഭ പോലെ 140 സ്ഥാനാർത്ഥികളെ ആകെ മത്സരിപ്പിക്കുന്നുള്ളൂ. അതിൽ 2020 13 പേരെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് വെറുതെ റിയാലിറ്റി ഷോ കണ്ടിട്ട് അപ്പോൾ പേപ്പർ എടുത്ത് എഴുതി സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കുമ്പോൾ വോട്ടർ പട്ടിക പോലും പേരില്ലാത്ത ആളുകളെ മത്സരിപ്പിക്കാൻ വരുന്ന സംഘടനയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ ക്രോസ് വോട്ടിങ്ങിന് BJP CPM സഹായിക്കാനുള്ള ആസൂത്രണമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ഇനി ആര്യയുടെ ചോദ്യം, അങ്ങനെ ഒരു ബ്ലണ്ടറിന് പാലക്കാട് അവർ ശ്രമിക്കുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ. KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരിഫ് എന്ന് പറഞ്ഞ സിറ്റിംഗ് MP-ക്ക് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ട് കുറവാണ് എന്ന് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി. ഇവർക്ക് ആ ബ്ലണ്ടറായിട്ട് തോന്നിയില്ലല്ലോ, ഇവർക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നിയില്ലല്ലോ. തൃശ്ശൂർ കോൺഗ്രസിന്റെ UDF-ന്റെ 80,000 വോട്ട് പോയത് സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുത്താണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ഇവർക്ക് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം വോട്ട് കൂടുകയും അവിടെ KC വേണുഗോപാൽ ജയിക്കുകയും അതേസമയം തന്നെ ആരിഫിന്റെ 1 ലക്ഷത്തിലധികം വോട്ട് കുറയുകയും ചെയ്ത സാഹചര്യത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തണ്ട. ഇവിടെ ഈ പറഞ്ഞ ഗോപൻ തന്നെ ഒരു കണ്ടെത്തൽ നടത്തിയേക്കുക. നേമത്ത് താരതമ്യേന ശേഷി കുറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തി. അതൊരു പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസിന് UDF-ന് വന്ന മിസ്റ്റേക്ക് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. സുരേന്ദ്രൻ പിള്ള എന്ന സ്ഥാനാർത്ഥി അവിടെ ഒട്ടും പ്രാഗൽഭ്യമുള്ള ആളായിരുന്നില്ല, യോജിച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കുറവ് സംഭവിച്ചു. അങ്ങനെ അവിടെ നേമത്ത് O രാജഗോപാൽ ജയിച്ചല്ലോ. ആ ജയിച്ചതിന്റെ മുഴുവൻ പാപഭാരവും ഇന്നും ഞങ്ങളുടെ മേലെ ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം കരിസ്മയുള്ള ഒരു ലീഡറാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് എന്നുള്ളത് ജിൻഡോയുടെ വാക്കുകൾ തന്നെയുണ്ട്. ഇപ്പോൾ ആലപ്പുഴയാണെങ്കിലും ശരി, ആറ്റിങ്ങലാണെങ്കിലും ശരി, ഇനിയിപ്പോ കഴക്കൂട്ടം നിയമസഭയിലാകുന്ന സമയത്താണെങ്കിലും ശരി, ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ കേരളത്തിൽ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ വോട്ട് പിടിച്ചിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അവർ പാലക്കാടേക്ക് വീണ്ടും വരികയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്താണ് CPM 3-ാം സ്ഥാനത്തേക്ക് പോയത്. എന്റെ ചോദ്യം, നിങ്ങൾ നിർത്തിയ കാൻഡിഡേറ്റ് ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണോ ജിൻഡോ? ഞാൻ അതിലേക്ക് വരാൻ ആര്യ, ഞാൻ അത് പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ മുരളീധരനെ നിർത്തിയപ്പോൾ ഞങ്ങളുടെ ഇദ്ദേഹം ഗോപൻ പറഞ്ഞ വാക്കാണ് സ്വന്തമായി ശേഷിയുള്ള കാൻഡിഡേറ്റ്. അത് ഞങ്ങൾ അംഗീകരിക്കുക, നല്ല കമന്റ് സ്വീകരിച്ചു. അങ്ങനെ മുരളീധരൻ നിർത്തിയപ്പോൾ ഞങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിച്ചപ്പോൾ ജയിച്ചത് ശിവൻകുട്ടിയാണ്. അപ്പൊ ഇവരുടെ മാത്രം പോരാട്ടം കൊണ്ടല്ല, സംഘപരിവാറിന്റെ ഒരു MLA കേരള നിയമസഭയിൽ ഉണ്ടാകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമാണ്. അതിനു മുമ്പുണ്ടായ ചില ഭാഗപ്പഴയുടെ ഭാഗമായിട്ട് പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പോരാട്ടം നടത്തിയപ്പോൾ അവിടെ CPM-ന് ജയിക്കാൻ സാഹചര്യമുണ്ടായി. ഇതേ സാഹചര്യം പാലക്കാട് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ KS ശബരിനാഥനെ ഞങ്ങൾ നേമത്ത് മത്സരിപ്പിക്കുന്നു, ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും സംഘപരിവാറിന്റെ ഒരാളും ജയിക്കില്ല എന്നുള്ള ഉറപ്പ് കൂടി ഞങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ CC മുകുന്ദനും അജിത്തും അത് S രാജേന്ദ്രനും ഒക്കെ LDF-ന്റെ MLA-മാരായിരുന്നല്ലോ. അവര് 3 പേരും BJP-യുടെ കാൻഡിഡേറ്റുകളാണ്. നിലവിൽ CC മുകുന്ദൻ LDF-ന്റെ MLA ആണ്, അതേസമയം തന്നെ BJP-യുടെ കാൻഡിഡേറ്റ് ആണ് നാട്ടുകയിൽ. നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടോ? ഇനി ആര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാലക്കാട് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ആൾ ആരാണ്? ഞങ്ങളുടെ ആള് രമേശ് പിഷാരടി. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സ്, സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്സ്, അക്രമ രാഷ്ട്രീയ വിരുദ്ധ പൊളിറ്റിക്സ്, കൃത്യമായിട്ട് കേരളത്തിലെ സാധാരണക്കാരുടെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലപാടുകളുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. കേവലം സിനിമ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ഇടമാണ്. ഷാഫി പറമ്പിലിനെ E ശ്രീധരൻ വിറപ്പിച്ചതാണ് അക്ഷരാർത്ഥത്തിൽ, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രമേശ് പിഷാരടിനെ കൊണ്ടുവരുന്നു. രമേശ് പിഷാരടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സമയത്ത് മമ്മൂട്ടി വരും കേട്ടോ. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മമ്മൂട്ടിയുടെ വീഡിയോ കോള്. നിങ്ങൾ അവിടെ എന്ത് വികസനം കൊണ്ടുവരുമെന്നല്ലേ പറയേണ്ടത്, അല്ലാതെ മമ്മൂട്ടി വരുമെന്നാണോ പറയേണ്ടത് പാലക്കാട്? ഈ മമ്മൂട്ടി എന്താ അത്ര മോശക്കാരനാണോ ആര്യ? മമ്മൂട്ടി മോശക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മമ്മൂട്ടി കേരളത്തിന്റെ മഹാനടനാണ്. മമ്മൂട്ടി എങ്ങനെയാണ് മോശക്കാരനാവുക? പക്ഷേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മമ്മൂട്ടി വരുമെന്നാണോ പറയേണ്ടത്, അതോ പാലക്കാട് ഞാൻ എന്ത് നടപ്പാക്കും, ഞാൻ എന്ത് കൊണ്ടുവരും, ഇതുവരെയുള്ള ഇതിൽ നിന്ന് ഇപ്പം 2 തവണയായി UDF തന്നെയാണ്, അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ രമേശ് പിഷാരടി സംസാരിക്കേണ്ടത്, അല്ലാതെ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ ആണോ കാണേണ്ടത്?
ഞാൻ അതിലേക്ക് വരാം. എനിക്ക് സമയം തന്നെ കേട്ടോ. എനിക്ക് ഒരു മറുപടിയും കൂടി പറയാനുണ്ട്. അത് കൂട്ടത്തിൽ ഇതും കൂടി പറയാം. അപ്പോൾ എനിക്ക് സമയം തന്നെ. മമ്മൂട്ടി 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹാനടന്റെ പേരാ മമ്മൂട്ടി. അതേ മമ്മൂട്ടി പാലക്കാട് വരുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മമ്മൂട്ടി സന്ദർശിക്കുകയും മമ്മൂട്ടി വണ്ടി ഓടിക്കുന്ന പാലത്തിന്റെ വീഡിയോ ഇടുമ്പോഴോ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. കേരളത്തിലെ നടന്മാരിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ജനതയ്ക്ക് അറിയാം, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നത് രമേശ് പിഷാരടിയെ. അതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ പറ്റാതെ ഏതോ ബിരിയാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പോൾ ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, ഗോപനെ പോലുള്ള ആളുകൾ പറയുന്നു മുസ്ലിം നാമധാരി എന്ന്. ഞങ്ങൾ ആരും മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ചിഹ്നം എവിടെ, നിങ്ങളുടെ പാർട്ടി ചിഹ്നം എവിടെ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ മുസ്ലിം നാമധാരി എന്നുള്ള തോന്നൽ ഗോപൻ ഉണ്ടാകുന്നത് ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തോൽപ്പിക്കാൻ നോക്കിയതിന്റെ അതേ സംഘപരിവാർ ബോധം നിങ്ങളെ ഇപ്പോഴും പേർന്നത് കൊണ്ടാണ്. അതേ സംഘപരിവാർ ബോധം പേർന്നത് കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിം നാമധാരി എന്ന് തോന്നുന്നത്. ഞങ്ങൾ അവിടെ മുസ്ലിം നാമധാരികളെ ഒരു 30 സെക്കൻഡ് ആര്യ 30 സെക്കൻഡ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഒരു 30 സെക്കൻഡ്. ഞങ്ങൾ അവിടെ കാണുന്ന മുസ്ലിം നാമധാരികളെയോ ഹിന്ദു നാമധാരികളെയോ ക്രിസ്ത്യൻ നാമധാരികളെയോ അല്ല, 3 മുന്നണി സ്ഥാനാർത്ഥികളെയാ. അവിടെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു, BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CPM 10 കൊല്ലം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവിടെ ഒരു ധൈര്യമില്ലാതെ പോകുന്നത്? അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഡീല്. BJPക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ഡീൽ. പാർട്ടി ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ശരി, മനുപ്രസാദ്, ഇപ്പം ജിൻഡോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിയിരിക്കുന്നത് CPM. അതിന് പകരം അതോടൊപ്പം തന്നെ ജിൻഡോ ചോദിച്ചൊരു കാര്യമുണ്ട്. കൊടുങ്ങല്ലൂരിനെ പറ്റി ചോദിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മനുവിന് അറിയുമോ BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തൃപ്പൂണിത്തുറ? അല്ല, 2-3 കാര്യങ്ങൾ ആരോട് ഞാൻ പറയാം. ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും പരസ്യമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നാണ് ഇവർ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഈ ചർച്ചയിൽ തന്നെ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി തുറന്നു കാണിച്ചൊരു കാര്യമുണ്ട്. നേമത്ത് BJPയുടെ ഒരു പ്രതിനിധി ജയിക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? LDFൻ്റെ ശിവൻകുട്ടി ജയിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ജയിക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ശിവൻകുട്ടിയെ ജയിപ്പിക്കണമെങ്കിൽ അവിടുത്തെ വിഭാഗങ്ങളുടെ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ K. മുരളീധരനെ നിർത്തി. ഇപ്പോഴും അതുപോലെ ഭിന്നിപ്പിച്ചു കൊടുത്ത് ശിവൻകുട്ടിയെ ജയിപ്പിക്കാനുള്ള പരിശ്രമം എന്ന നിലയിൽ ശബരിനാഥനെ ഞങ്ങൾ അവിടെ നിർത്തി. ഞാൻ പറയട്ടെ ആര്യ, പ്ലീസ്. അങ്ങ് ഞാൻ ക്ഷമയോടുകൂടി പ്രശ്നമല്ല ആര്യ, ഞാൻ പറയട്ടെ. യാഥാർത്ഥ്യ ബോധമുള്ള, തലയിൽ ആൾതാമസമുള്ള, അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന വ്യക്തതയോടുകൂടിയാണ് ജിൻഡോ ജോൺ ആ കാര്യത്തെ ഇവിടെ അവതരിപ്പിച്ചത്. അതായത് ഈ BJPക്ക് ഒരു പ്രതിനിധി ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം LDFന്റെ ശിവൻകുട്ടി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് പരാജയപ്പെട്ടു കൊടുത്തിട്ടാണെങ്കിലും അവിടെ BJPയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശിവൻകുട്ടിയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് നിങ്ങളുടേത് മാത്രമല്ല അതിൻ്റെ അവകാശം, അതിൽ ഞങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് ജിൻഡോ ജോൺ ഈ ചർച്ചയിൽ പറയുന്നു. 2, അദ്ദേഹം ചേർത്ത് വെച്ചത് ഇപ്പോഴും നേമത്ത് BJPയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശബരിനാഥനെ വിട്ടുകൊടുത്ത് അവിടെ ശിവൻകുട്ടി ജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് കാലാകാലങ്ങളായി പാലക്കാട് ഞങ്ങൾക്ക് ചെയ്തിരുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്തില്ലേ എന്നുള്ളതാണ് ജിൻഡോ ജോൺ ചോദിക്കുന്നത്. അതായത് പരസ്യമായിട്ട് അവരുടെ അന്തർധാരയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സമ്മതിക്കുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ സമ്മതം തന്നെ ആവശ്യമില്ല. അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ ചോദ്യത്തിന് ക്ലാരിറ്റിയോടുകൂടി ഉത്തരം തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ചോദ്യം ഇതാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ മുന്നണിയുടെ കക്ഷിയാണോ CPM? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ CPM?
ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് സഖ്യത്തിൽ ചേർന്ന് നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് CPM മത്സരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആരോപണങ്ങളെക്കുറിച്ചോ അന്തർധാരകളെക്കുറിച്ചോ പരസ്പരം അടിയൊഴുക്കുകളെക്കുറിച്ചോ ഒന്നല്ല. പരസ്യമായി റെക്കോർഡിക്കലി നമ്മുടെ മുന്നിൽ ഇവർ തമ്മിൽ ധാരണയുണ്ടോ, ഇന്ത്യ മുന്നണിയുണ്ടോ? ഇനി ഇതൊക്കെ ആവശ്യപ്പെടുന്ന ജിൻഡോ ജോണിന് ആവശ്യപ്പെടാനുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ പുറത്താക്കണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ജിൻഡോ ജോണിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉണ്ടോ? 2, CPM വലിയ തോരനെ പറഞ്ഞല്ലോ BJP ആയിട്ട് ഡീലുണ്ടാക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന നിലയിൽ. എന്നാൽ CPMന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഞങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ ഞങ്ങൾക്ക് മാറണം, ഞങ്ങളിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഞങ്ങളിപ്പോൾ കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണ്. ഇത് ഞാൻ കള്ളം പറയുന്നതല്ല, ആരോപണം ഉന്നയിക്കുന്നതല്ല, നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ തുറന്നു കാണിക്കുന്നത്. ഇവർ ഒരു ഭാഗമാണല്ലോ, അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനി ഇവരുടെ ആരോപണങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ അവരുടെ അഭിപ്രായം എന്താണ്? ഇവരെപ്പോഴാണ് ഇരു മുന്നണികളായി പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ഞാൻ ചോദിക്കട്ടെ ആര്യ, ഞാൻ അങ്ങയുടെ ഇത്രയും സമയം രണ്ടുപേരും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ സമയം അനുവദിക്കും. അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? ശരി, ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ് അതാരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം BJPയുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJPയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയണ്ട. BJPയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോദിട്ടെ, NDA മുന്നണിയിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. നിങ്ങൾ റിപ്പോർട്ടറുണ്ട്, വിളിച്ചു ചോദിച്ചാൽ മതി. നിങ്ങൾ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു നോക്കി. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്. ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആരാണ് കാൻഡിഡേറ്റ്? അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്, NDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. കേരളത്തിന്റെ നടീനടന്മാർ, ഇവിടുത്തെ സെലിബ്രിറ്റികൾ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇവിടെ രമേശ് പിഷാരടിയിലെ കോൺഗ്രസിൽ നിന്ന് പാലക്കാട് മത്സരിക്കുന്നത് അതൊന്നും അല്ല. അതിപ്പം കടമിനിട്ട മുതൽ ഇങ്ങോട്ട് പല രീതിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, തൃപ്പൂണിത്തറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? ആര്യ, ഹലോ, എനിക്ക് കേൾക്കാം. മനു, അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. മനു കേൾക്കാമോ? എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. മനു കേൾക്കാമോ? മനു കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കും. ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? കോൾ കറക്റ്റ് അല്ല, അത് ഇവിടെ നിന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. അതിന് ഉത്തരം ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അറിയണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി അതിന്. കാരണം കേരളത്തിൽ പത്രസമ്മേളനം നടത്തി 2020 പ്രഖ്യാപിച്ച NDA മുന്നണി പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ഇപ്പോഴും കേൾക്കുന്നില്ല. ആര്യ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മനുവിനെ കേൾക്കുകയാണ്. ഹലോ, ഓക്കെ. അതായത് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, ഒരു ചാനൽ എന്ന നിലയിൽ 2020 പ്രഖ്യാപിച്ച NDA പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് അത് സമ്മതിച്ചോളാം. ആ ജനങ്ങളോട് നമ്മൾ സമ്മതിക്കും. NDA അവിടെ മത്സരിക്കും. ആ ചോദ്യം തന്നെ എന്താ രീതിയിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ?
അല്ല, എന്റെ ആ ചോദ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു ഞാൻ ധാരണ. ചോദിക്കാൻ നിങ്ങളുടെ അതാരാണ് ഇന്റർവ്യൂ എന്ന് ചോദിക്കാൻ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മനു. ഇതൊരു ചരിത്ര വിജയം നിങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നേടി. കാര്യം പറയും. അവിടെ അപ്പം എന്തുകൊണ്ടാണ് BJP ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ. ഇനി അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പറയാം. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അത് ജയിക്കില്ല നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുക? തൃപ്പൂണിത്തുറയിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി NDA മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മുന്നോട്ട് പോകുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നേ ഞങ്ങളുടെ പെർഫോമൻസ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും അത് ജയിക്കാനുള്ളതല്ല എന്ന്? അത് ജയിക്കില്ല എന്നെങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നതാണ്? ആ സ്ഥലം ഉൾപ്പെടെ ഇന്ന് ചർച്ചയിലാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. BJPയുടെയും NDAയുടെയും പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കണ്ടോ എന്ന്? അത് ഞങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ എന്തിന് ഡീലുണ്ടാക്കണം? CPM-ആയിട്ടും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും പരസ്യമായി ഇന്ത്യ സഖ്യമായി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും PDP-യും പോലുള്ള ഭീകരവാദ സഖ്യ കക്ഷികളോട് ചേർന്ന് ഈ നാടിനെ തകർക്കാൻ ഒരുമിച്ച് നിൽക്കുന്നവർ, ഇവരോട് ഞങ്ങൾ എന്തിന് സഖ്യം ഉണ്ടാക്കണം? ശരി, ഇവിടെ സഖ്യം ഉണ്ടാക്കിയത് പരസ്യമായ ഡീലുള്ളത്. ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ? ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളോട്. ശരി, ഇതിലൊരു അതും ഞാൻ ഒരു കാര്യം പറയാം. കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചേർന്ന് വന്ന ഒരാളാണ്. ശരി, ഞാൻ അതിലൊരു ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങളുടെ തലമുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയതാണ്. ആഗ്രഹിച്ചതും പ്രവർത്തനം തുടങ്ങി വെച്ചതും മധ്യ കേരളത്തിന്റെ കാവിക്കോട്ടയായ കൊടുങ്ങല്ലൂരെങ്കിലും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഉണ്ട് കേട്ടോ മനു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്? കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം അവിടെ പണിയെടുത്തതാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്കറിയാം അദ്ദേഹം അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സീറ്റ് നിങ്ങളുടെ നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് B ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ വെട്ടി 2020 ആ സീറ്റ് കൊടുത്തതിന്റെ യുക്തി എന്താണ്? നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടേതാണ്, അത് പാർട്ടിയുടേതല്ല. അദ്ദേഹം പണിയെടുത്തത് BJP ജയിക്കാനാണ്. ആ BJP ജയിക്കാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെടുത്ത പണിയുടെ റിസൾട്ട് നിങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണും. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നവർ, അതുപോലെ തന്നെ അവർ ഇന്ന് ഡീലായി എന്നും അതോടൊപ്പം തന്നെ CPM-ഉം കോൺഗ്രസും ഒന്നായതിൻ്റെയൊക്കെ കൊണ്ട് NDA മുന്നണിയുടെ ഭാഗമായി ഒരാൾ വരാനും അവിടെ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഞങ്ങൾക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടും ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയാക്കി. നിങ്ങൾ ഇവിടുത്തെ സങ്കുചിതമായ ചിന്താഗതിക്കാരെ പോലെ ഞങ്ങളുടെ പ്രവർത്തകരെ കാണരുത്. ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും കാലാകാലങ്ങളായി ദൂരം പാലിച്ചുകൊണ്ട് അവരുടെ എല്ലാ അക്രമങ്ങളും ഈ നാടിനോട് ചെയ്യുന്ന ചെയ്തികളെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിലേറ്റവും വിന്നബിളായിട്ടുള്ള കാൻഡിഡേറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, വിജയിക്കുകയും ചെയ്യും. B ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കുന്നുണ്ട്. അല്ല, അവിടെ B ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ ആഗ്രഹം കൊടുങ്ങല്ലൂരായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതാണ്. ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും എന്നുള്ള ആ 2 വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് താല്പര്യം കൊടുങ്ങല്ലൂർ മത്സരിക്കാനായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു മനു. ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ആ വരികൾ കിടപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ സീറ്റ് 2020 കൊടുത്തു എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഇപ്പോഴും NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥിയാണെന്ന്, കാൻഡിഡേറ്റ് ആണ്. ശരി, അങ്ങനെ അവിടെ അതും ഞാൻ മനു കൊടുങ്ങല്ലൂര് ഞാൻ വിട്ടു. ശരി, ഇത് നിങ്ങൾക്കൊരു നിർണായക തെരഞ്ഞെടുപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. AN രാധാകൃഷ്ണൻ, സുരേഷ്, MT രമേശ് ഇവർക്കൊന്നും എന്താണ് ഇത്തവണ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇല്ലാതെ പോയത്?
അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങളൊരു NDA എന്ന നിലയിൽ വിപുലീകരിക്കുകയും ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും എല്ലാവരും ഈ പറയുന്ന AN രാധാകൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ MT രമേശ് ജി, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർജി, അങ്ങനെ നിരവധി ആളുകൾ ഒരുമിച്ചിരുന്ന് എല്ലാ ഘടകങ്ങളും ആലോചിച്ച് കേന്ദ്ര നേതൃത്വമൊക്കെ തീരുമാനിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വെച്ചു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ വല്ലാതെ ആശങ്കയുള്ളവർ, ഇന്ന് NDA ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റത്തെ ഭയപ്പെട്ടിരിക്കുന്നവർ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ സ്വീകാര്യതയെ ഭയപ്പെടുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങൾ പോലും ഉതിർന്നു വരുന്നത്. ഇതിലൊന്നും ഒരു പ്രസക്തിയും ധാരണയും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും. ഞങ്ങളൊരു എണ്ണയിട്ട യന്ത്രം പോലെ MT രമേശ് ജി പ്രവർത്തിക്കുന്നുണ്ട്, AN രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണിതെല്ലാം. ഇത് വിഭിന്നമായി എടുത്ത തീരുമാനമല്ല. അല്ല, അത് നിങ്ങളോടെല്ലാം ഞങ്ങൾ പറയണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഞങ്ങൾക്ക് ജയിക്കണം, ഇത്തവണ ഭരിക്കേണ്ടതാണ് കേരളം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. കാലാകാലങ്ങളായി കേരളത്തെ നശിപ്പിച്ച അഴിമതി കാണിച്ചവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ പുറത്തുനിർത്തണം. സിറ്റിംഗ് MLA-മാരൊന്നുമില്ല മത്സരിപ്പിക്കാൻ മനു. അപ്പോൾ 140 മണ്ഡലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ TP സിന്ധുമോൾ ആണെങ്കിലും ശരി, MT രമേശ് എത്രയോ കാലമായി നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ്, അദ്ദേഹത്തെ പരിഗണിച്ചില്ല. AN രാധാകൃഷ്ണനെ പരിഗണിച്ചില്ല, S സുരേഷിനെ പരിഗണിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, 140 മണ്ഡലങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും നിങ്ങൾ ഇത്രയും അറിയുന്ന കേരളത്തിലെ പരിചിതമായ മുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് BJP-ക്ക് കഴിയാതെ പോയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആര്യ, ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. BJP-യുടെ സീറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ള മുതിർന്ന ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് അങ്ങ് എന്നോട് പറയുക. ഈ പറയുന്ന നേതാക്കളും കേന്ദ്ര നേതൃത്വവും BJP ND സഖ്യവും ഒരുമിച്ചിരുന്ന് ഇത്തവണ കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഈ കേരളത്തിനെ ഇല്ലാതാക്കുകയും വികസന മുരടിപ്പിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ജയിക്കുന്നത് എങ്ങനെയെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും NDA എന്നതിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും മത്സരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ നിങ്ങൾ പറയുന്ന എല്ലാ പ്രവർത്തകരും ഇതിന്റെ പേരിൽ പരിശ്രമിക്കുകയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആശങ്കയാകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത്? ഞങ്ങൾ മുന്നോട്ട് പോകുന്ന മുന്നേറ്റത്തെ നിങ്ങൾക്ക് ഇത് വെച്ച് തടയാൻ പറ്റുമെന്ന് പരിശ്രമിക്കുകയാണ്. നടക്കില്ല. മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനു തന്നെ പറയുന്നു നിങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. വലിയ വിജയപ്രതീക്ഷയുള്ളപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കേരളത്തിന് പരിചിതമായ BJP മുഖങ്ങളാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ വേണമെങ്കിൽ പേര് പറഞ്ഞു തരാം, അഞ്ജലി നായരാണ്. അപ്പം അതുപോലെയുള്ള ആളുകൾ അവരെ മത്സരിപ്പിച്ചുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. എന്നാലും MT രമേശിനെ പോലെയുള്ള നേതാക്കൾക്ക് എന്തുകൊണ്ട് സീറ്റ് ഇല്ല എന്നുള്ളൊരു ചോദ്യം ഇല്ലേ മനു അവിടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ആര്യ, BJP-യുടെ നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ഒരുമിച്ചെടുത്ത് ആർക്ക് എവിടെ മത്സരിക്കണമെന്ന് ഒരു പാർട്ടി എന്ന നിലയിൽ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടുവരെയും മാറ്റിവെക്കണം. ഇത്തവണ ഇരു കൂട്ടരെ ഒഴിവാക്കിയേ പറ്റൂ. കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയെ മാറ്റി നിർത്തുക എന്നുള്ളത്. ഓക്കെ ഡോക്ടർ PK ഗോപൻ, ഇപ്പം ജിൻഡോ കുറെ കാര്യങ്ങൾ അങ്ങോട്ട്, അപ്പൊ മുസ്ലിം നാമധാരി മുതൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നില്ല, അതിനൊക്കെ മറുപടി ഉണ്ടാകുമല്ലോ, അത് എന്താണ്? അല്ല, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിയോട് ഒരു ബാധ്യതയില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഞാൻ വളരെ ഗൗരവമുള്ള 1-2 രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ മറുപടി പറയുക ബാലിശമായി പോകും. അപ്പോൾ ഇന്ത്യ മുന്നണിയോട് യാതൊരു രാഷ്ട്രീയ ബാധ്യതയും കാണിക്കാത്ത ഒരു പാർട്ടിയായിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് മാറിയിട്ട് വർഷങ്ങളേറെയായി. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും സർഗാത്മകമായ നന്മമരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു ഘടകകക്ഷിയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി. ഞങ്ങൾക്ക് അവരുമായിട്ട് വേറെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഡൽഹി പോലൊരു സ്ഥലത്ത് CPM-ന് ഭരിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. കോൺഗ്രസ് എന്നേ ഭരണം നഷ്ടപ്പെട്ട് ദുർബലമായ ഒരു സ്ഥലമാണ് അവിടെ BJP-ക്കെതിരായിട്ട് നിൽക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനം ആം ആദ്മി പാർട്ടിയാണ്. അദ്ദേഹത്തെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ആക്ഷേപം ഉന്നയിച്ച് പരാതി കൊടുപ്പിച്ച് ജയിലിലടപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് BJP-ക്ക് കൊടുത്തു. ഇപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു പ്രശ്നം ഞാൻ ആര്യ ഉന്നയിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം വേണം. BJP പേരുകൾ മാറ്റുന്നുണ്ട്, സ്ഥലപ്പേരുകൾ മാറ്റുന്നുണ്ട്.
പലതരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുന്നതിൻ്റെ കാരണം രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷമില്ല. ലോകസഭയിൽ അവർക്ക് ഭൂരിപക്ഷമായി, അവരുടെ ഘടകകക്ഷിയോടൊക്കെ ചേർത്താൽ അവർക്ക് ഭൂരിപക്ഷമായി. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന BJPക്ക് താലത്തിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടാണ് KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് നിൽക്കുന്നത്. അതായത് രാജസ്ഥാനിൽ അദ്ദേഹം MP ആയിട്ടിരിക്കുന്നു, രാജ്യസഭ മെമ്പറായിട്ടിരിക്കുന്നു. അവിടെ രാജിവെച്ചാൽ ആ സീറ്റ് പോകുന്നത് BJPക്കാണ്. ആ രാജിവെച്ചിട്ട് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത് അത് BJPക്ക് കൊടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 സ്റ്റേറ്റ് ഹരിയാന, ബീഹാർ, ഒഡീഷ 11 MLAമാർ BJPക്ക് രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്ത് കൊടുത്തത് വഴി സിംഗിൾ മെജോറിറ്റി എന്ന അവസ്ഥയിലേക്ക് BJP രാജ്യത്തെത്തിയിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ വഞ്ചന ഏതെങ്കിലും പ്രസ്ഥാനം കാണിച്ചിട്ടുണ്ടോ? പാർലമെന്റിനകത്ത് BJPക്കെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കേണ്ടെന്ന ഒരു പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയ അപകടങ്ങളാണിത്. ഇനി ഞാൻ അദ്ദേഹം പറഞ്ഞ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ അദ്ദേഹം പറഞ്ഞത് ചിഹ്നം എന്തുകൊണ്ട് നിങ്ങൾ ചിഹ്നത്തെ മത്സരിപ്പിക്കുന്നില്ല? ഇത്രയും ബാലിശമായി ചോദിക്കാവോ? കോൺഗ്രസ് പാർട്ടി കൈപ്പത്തി ചിഹ്നത്തിലാണോ എല്ലായിടവും മത്സരിപ്പിക്കുന്നത്? TK ഗോവിന്ദന് കൊടുത്ത ചിഹ്നം ഏതാ? കൈപ്പത്തിയാണോ? ഇപ്പോൾ CPM-ൽ നിന്ന് വിട്ടുചെന്ന ആളാണല്ലോ, കൈപ്പത്തിയാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? പാലക്കാട് മാത്രമാണോ? ഞങ്ങൾ 57-ൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജസ്റ്റിസ് AR മേനോൻ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, മഹാഗോപുരങ്ങളായ ആകെ 9 പേർ മന്ത്രിസഭയിൽ, 9 പേർ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ, അതിൽ മഹാഗോപുരങ്ങളായ 3 പേരെ എടുത്തു നിർത്തിയത് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ടാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഇത് ചിഹ്നത്തിൻ്റെ കാര്യം വളരെ വളരെ അപകടകരമായ ചോദ്യമാണ്. കനകോലു ഇവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തം കേരളത്തിൽ 40% മൈനോറിറ്റിയാണ്. അതുകൊണ്ട് മൈനോറിറ്റിയുടെ വോട്ട് സമാഹരിക്കാൻ RSSന്റെ ഡീല് പറയുക എന്നുള്ളതാണ് ഇവർ പാർലമെന്റിലെടുത്ത് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയം. അതിൽ വിജയം കണ്ടു എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് നോക്കൂ. തൃശ്ശൂരിൽ 66,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. ഇതിലേക്കൂടെ പറഞ്ഞുപോയി. തൃശ്ശൂരിൽ 66,000 വോട്ട് കുറഞ്ഞു. തൃശ്ശൂരിൽ ആർക്കാ 66,000 വോട്ട് കുറഞ്ഞത്? കോൺഗ്രസിന് 66,000 വോട്ട് കുറഞ്ഞു. അവിടെ ഇടതുപക്ഷത്തിനോ 15,000 വോട്ട് കൂടി. സുനിൽകുമാറിന് അതിന് മുമ്പത്തെ ഇലക്ഷനേക്കാൾ 15,000 വോട്ട് കൂടി, അല്ലെങ്കിൽ 16,000 വോട്ട് കൂടി. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് നല്ല താലത്തിൽ വെച്ച് സംഭാവന ചെയ്തിട്ടാണ് അവിടെ BJP ജയിക്കുന്നത്. ഇനി അദ്ദേഹം ആലപ്പുഴ ഉദാഹരിച്ചു പറഞ്ഞു. കേരളത്തിലെ മഹാഭൂരിപക്ഷം പാർലമെന്റ് മണ്ഡലത്തിലും 50,000 മുതൽ 1,00,000-ലധികം വോട്ടിനാണ് CPM-ന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത്. പാർലമെന്റ് ഇലക്ഷന്റെ പ്രത്യേക കോണ്ടക്സ്റ്റ് അതാണ്. അത് തൃശ്ശൂരിൽ വന്നപ്പോൾ എന്താണ് മാറിപ്പോയെന്നൊരു ഉത്തരവാദിത്തം ഞങ്ങളാണോ പറയേണ്ടത്, നിങ്ങളാണോ പറയേണ്ടത്? തൃശ്ശൂരിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ട് സമാഹരിച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ സുനിൽ ജയിച്ചാൽ പോരെ, ആറ്റിങ്ങൽ ജോയി ജയിച്ചാൽ പോരെ? ഇത്രയും മണ്ടത്തരമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇത്രയും തെറ്റായ രീതിയിലേക്ക് നയിക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇനി തിരുവനന്തപുരം നഗരസഭ നോക്കിയേ ശ്രീമതി ആര്യ, നിങ്ങളുടെ ഈ കണക്കുണ്ടല്ലോ, 1000 വോട്ടിൽ താഴെ 40 വാർഡുകളിലാണ് കോൺഗ്രസ്സിന് വോട്ടുള്ളത്. 1000 വോട്ടിൽ താഴെ ആ 40 വാർഡിലും ജയിച്ചത് BJP-യാണ്. അതായത് CPM-ന്റെ ഭരണ കുത്തക തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ടാർഗറ്റ്. തെളിവാരാണ് യൂത്ത് കോൺഗ്രസിന്റെ ലിൻഡോയുടെ സഹപ്രവർത്തകർ 19 ആക്കിയിട്ടുണ്ട്. അതുണ്ട്. കോൺഗ്രസ് 9 മുതൽ 19 ആക്കി. പക്ഷേ 1000-ൽ താഴെ വോട്ടുള്ള 40 വാർഡ് ഡിവിഷൻ ഉണ്ട്. ഇതിന്റെ സാക്ഷിയാരാ? ഇന്നലെ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട പത്രസമ്മേളനം ഏതാ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശശി തരൂരിന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡന്റ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ചാണ്ടി ഉമ്മന്റെ വലങ്കൈ. ആ നുസൂറിന്റെ പത്രസമ്മേളനം ഇന്നലത്തെ എന്താ? തിരുവനന്തപുരം ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും BJP-യെ ജയിപ്പിക്കുക എന്ന്. അവർ തമ്മിലൊരു മേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്തോ എന്നുള്ളതല്ല. ഞാൻ അത്തരം ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. അത് തെളിവ് വരട്ടെ, നമുക്ക് പറയാം. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താ? CPM-ന്റെ സീറ്റ് കുറയ്ക്കുക. CPM-ന്റെ സീറ്റ് കുറച്ചുകൊണ്ട് BJP-ക്ക് വോട്ട് കൂടിക്കോട്ടെ എന്നൊരു ധാരണ അവരുണ്ടാക്കിയതിൻ്റെ കാര്യം എന്താ? ഇത് തന്നെയല്ലേ അവർ ജമായത്തെ ഇസ്ലാമിയായിട്ട്? ജമായത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയാണോ? അല്ലയോ? ജമായത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ്. സതീശൻ പറയുന്നു നിങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ പറയുന്നു നിങ്ങൾ അങ്ങനല്ല എന്ന്. ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനമാണ്. RSS തീവ്ര ഹിന്ദു പ്രസ്ഥാനമാണ്. ഇതിനെ രണ്ടിനെയും ചെറുക്കുക എന്ന രാഷ്ട്രീയമാണ് CPM സ്വീകരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ രാജ്യത്ത്
മധ്യപ്രദേശിലെ തീവ്ര ഹിന്ദു തീവ്രവാദികൾ 1 കോടി രൂപ വിലയിട്ട ആളാണ് പിണറായി വിജയൻ. 200 ശവകുടീരങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ അവിടെ അവരുടെ സ്മരണകൾ ഇരമ്പി നിൽക്കുന്ന നാട്ടിൽ അവരുടെ കഴുത്തറുത്ത രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഞങ്ങൾ സന്ധി ചെയ്യുമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടത്തെ ഉണ്ടല്ലോ, ആ തൊലിക്കെട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം CPM-ന്റെ രാഷ്ട്രീയം കേവലമായിട്ടുള്ള സീറ്റിന്റെ എണ്ണത്തിന്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി ശ്രീമതി പറഞ്ഞു ശ്രീമതി ആര്യ, ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി. എനിക്ക് ഒരു മിനിറ്റ് മതി. പറഞ്ഞോളൂ. 1 മിനിറ്റ് മതി. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ കുറെ ആക്ഷേപം ഉന്നയിച്ചു. ആ കേസ് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കുഴൽപ്പണ കേസ് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ പോലീസിനെ ആക്രമിച്ച കേസ്, RSS ചെറുപ്പക്കാർ ആക്രമിച്ച കേസ് പിൻവലിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. TP സെൻകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് പിൻവലിച്ച ആളിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഇനി പാലം വരെ ഞങ്ങൾ വിജയിച്ചാൽ, റോഡ് വരെ ഞങ്ങൾ വിജയിച്ചാൽ മമ്മൂട്ടി വരുമെന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓഫർ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക കൊണ്ടുവരുന്നത്. മമ്മൂട്ടി ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിന് വന്ന് പറയുന്നതും ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പറയുന്നതും ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ കൊണ്ടുവരുമെന്നൊരു കഥാപാത്രം പറഞ്ഞതുപോലെ ബാലിശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലിപ്പോൾ നുസൂറിന്റെ കാര്യം ഡോക്ടർ PK ഗോപൻ സൂചിപ്പിച്ചു. സീറ്റ് കിട്ടാത്തതിലെ എന്നുള്ള അതൃപ്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിലും പറയാനും ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നിമിഷം വരെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഇനി എന്തിനാണ് ഈ കാലതാമസം? എന്തൊരു ഗുരുതരമായ ആരോപണമാണ് വാമനപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്? ആര്യ, അതിലൊരു കാര്യമുള്ളത്, നുസൂറിനെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാനായിട്ട് അറിയില്ലാത്തത് കൊണ്ടാണ്. ഇനി നുസൂർ പറഞ്ഞതിൽ ഒരു അപകടമുണ്ട്. നുസൂറിന് ഇത്തരം വിവരങ്ങളൊക്കെ നേരത്തെ അറിയാമെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നേരത്തെ വിളിച്ചു പറയണം. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ കൊതിക്കറവ് പറയുന്ന കൂട്ടത്തിലല്ല ഈ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ബോധ്യമൊക്കെ പറയേണ്ടത്. അതവിടെ നിൽക്കുകയാണ്. ബാക്കി ഞാൻ പഴയ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അല്പത്തരമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നുസൂറിന് സംഘപരിവാറിനോട് ചായുന്ന കോൺഗ്രസിലാണ് നുസൂർ ഇന്നലെ വരെ നിന്നതെങ്കിൽ നുസൂറിന് തന്നെ വ്യക്തിത്വം ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളത് നുസൂർ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതിനപ്പുറത്ത് പറയാനുള്ള സമയമില്ല ആ കാര്യത്തിൽ. എനിക്ക് BJP-യുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, ഞങ്ങൾ നേമത്ത് കൃത്യമായി പറയുന്നു, BJP-യുടെ പ്രതിനിധി മനുപ്രസാദിനോട് പറയുന്നു, നേമത്ത് സംഘപരിവാറിന്റെ ഒരാൾ പോലും ജയിക്കണ്ട എന്നുള്ളത് കോൺഗ്രസിന്റെ UDF-ന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് O രാജഗോപാൽ അവിടെ തോറ്റത്. ശിവൻകുട്ടി ജയിച്ചത് അവരുടെ മാത്രം മേന്മ കൊണ്ടല്ല എന്ന് അവർക്ക് ബോധ്യമില്ലെങ്കിലും ഞങ്ങൾ നല്ല പോരാട്ടം കാഴ്ചവെച്ചതിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടെ നിർത്തുക. ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ധാരണയുടെ പേര് മാത്രമാണ് ഇന്ത്യ മുന്നണി. കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ല നിൽക്കുന്നത്. CPM-ഉം കോൺഗ്രസും സെപ്പറേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എല്ലാത്തിനും ഇന്ത്യ മുന്നണിയിൽ കെട്ടണ്ട. ഇനി നിങ്ങളുടെ തൃപ്പൂണിത്തറയിലെയും കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെ അത് ഞങ്ങൾ പറയില്ല എന്ന് മസിൽ പിടിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നടന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ആളില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ചക്കയും ചുമന്ന് നടക്കുന്നത്. അത് കൃത്യമായിട്ട് CPM-ന് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ മുതലാളിക്ക് സീറ്റ് വിറ്റതാണെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇനി എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടിയെ കോൺഗ്രസ് മത്സരിച്ചിരുന്ന സിറ്റിംഗ് സീറ്റുകൾ പോലും മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് താഴേക്ക് വരേണ്ടി വന്നത് എന്നുള്ളത് കേരളം മാത്രമല്ല ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നും പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ നടന്ന് പൊറാട്ട് നാടകം നടത്തിയ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൂട്ടി വിദേശയാത്ര നടത്തിയത് കൊണ്ടല്ല ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ ഞങ്ങൾ 4.25 ലക്ഷം വോട്ട് പിടിച്ച് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം നിങ്ങളുടെ അമ്രാറാമിന് കൊടുത്ത് 6 ലക്ഷം വോട്ടിന് നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനു മുമ്പ് അവിടെ 60,000-70,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ സ്നേഹമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം അറിയുന്ന മനുഷ്യരോട് പറയുന്ന കള്ളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി അടുത്തത്, ഈ
രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരെ പോരാടിയതിന്റെ ഭാഗമായിട്ട് 30-ലധികം കേസുകൾ RSSും സംഘപരിവാറും രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്തിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ വേട്ടയാടലുകൾ ഇന്നും സഹിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ എവിടം വരെ എത്തി? ലൈഫ് മിഷനിലെ, സ്വർണ്ണക്കടത്തിലെ, മാസപ്പടിയിലെ, ലാവ്ലിംഗ് കേസിലെ അടക്കമുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ കരുവന്നൂരിലെ, ഇപ്പൊ ഞങ്ങൾ കുന്നംകുളത്ത് നിങ്ങളുടെ മൊയ്തീനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ PT അജയ് മോഹൻ മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ കരുവന്നൂർ കള്ള സഖാക്കന്മാരുടെ വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, BJP എടുക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി 30-ലധികം കേസുമായിട്ട് കോടതികൾ കയറി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതേ അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആന്റോ ആന്റണി MP ജയിച്ചു, കോൺഗ്രസ്സുകാരനായിട്ടുള്ള MP ജയിച്ചു. ആന്റോ ആന്റണി ജയിക്കണമെന്ന് AK ആന്റണി പറയുക കൂടി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 100,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. PM ശ്രീയും ലേബർ കോഡും നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് കുത്തിത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒളിച്ചുപോയി ഒപ്പിട്ട് കൊടുത്ത സർക്കാരിന്റെ പേരാ പിണറായി വിജയൻ സർക്കാർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം നാമധാരികളെ കണ്ടാൽ കോൺഗ്രസിന് എന്തോ തോന്നുന്നു? കോൺഗ്രസിന് ഒന്നും തോന്നില്ല. അതാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ മനോഗതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ NP ചേക്കുട്ടിയെ വർഗീയവാദി എന്ന് പേര് നോക്കി വിളിച്ചത്. അത് ഗോപൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ താങ്കൾ അത് തിരുത്തിയതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ പേര് നോക്കി ആളുകളെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കാൻ, അതുപോലെ പല സ്ഥലങ്ങളിൽ ജയിക്കുന്ന മനുഷ്യരുടെ പേര് നോക്കിയാൽ അറിയാം അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സജി ചെറിയാന്റെ ഒക്കെ രാഷ്ട്രീയ നിലപാട്. മാധ്യമത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായതുകൊണ്ടാണ് വിളിച്ചത്. അല്ലല്ല, അത് തിരുത്തിയാട്ടെ, അങ്ങ് തിരുത്തിയാട്ടെ. പേര് നോക്കിയല്ല ചേക്കുട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായതുകൊണ്ടാണ് വിളിച്ചത്. ഇനി പറഞ്ഞല്ല, സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞാട്ടെ. ഞാൻ ഇതൊരു വാചകം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വക്താവായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ അല്ല പറയട്ടെ മാഷെ, പറയട്ടെ. ഞാൻ ചോദിച്ചു, പാലക്കാട് നിങ്ങളുടെ പാർട്ടിക്ക് എന്താ ചിഹ്നമില്ലാത്തതെന്ന് ചോദിച്ചു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിട്ട് BJP ഇപ്പോൾ CPM എത്തിയ സരിന് പോലും പാർട്ടി ചിഹ്നം കൊടുത്ത് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ചിഹ്നമില്ലാതെ നിങ്ങൾ മത്സരിക്കുന്നത് പണ്ട് AK ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയുടെയും അതുപോലെ ഈനാമ്പച്ചിയുടെയും ചിഹ്നത്തിൽ ഭാവിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടാണോ കാണേണ്ടത്? അങ്ങനെയല്ല. ഒരു പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തത് 10 കൊല്ലം ഭരിച്ച കട്ടുമുടിച്ച സർക്കാരിന്റെ ഭരണപരാജയം പേടികൊണ്ടാണ്. അതുകൊണ്ട് BJPക്ക് അവിടെ വോട്ട് മറിച്ചു കൊടുത്ത് മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കിട്ടാനുള്ള തത്രപ്പാടാണെന്ന് വിലയിരുത്തേണ്ടി വരും. ജിൻഡോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാവായ അജയ് തറയിൽ സണ്ണി M കപ്പിക്കാടിനെതിരെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോ വായിച്ചിരുന്നോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 2-3 കാര്യത്തിനും കൂടി മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ ചിഹ്നം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തൃശ്ശൂർ വോട്ട് മറിഞ്ഞു, കോൺഗ്രസിന്റെ 60,000 വോട്ട് പോയി, BJPക്ക് പോയി, അത് മറിച്ചു കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഞാൻ ഗോപനെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് 3,41,000 വർദ്ധിച്ചു. അതിനു മുമ്പ് BJP കിട്ടിയത് 1,87,000 വോട്ടായിരുന്നു ആലപ്പുഴ പാർലമെന്റിൽ. അവിടെ ആരിഫിന് അതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു വോട്ട്? 4,40,000. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 2,99,000, 3 ലക്ഷത്തിൽ താഴെ വന്നു. അത് എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അല്ല, ഈ പറയുന്നത് ആലപ്പുഴ മാത്രമാണ്. 1.5 ലക്ഷത്തിലാണ് ജയിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ ആര്യ, നിങ്ങൾ രണ്ടുപേരും പറയണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സതീശൻ ചെയ്തു, CPM-ന്റെ വോട്ടേ VD സതീശൻ മറിച്ചൊന്ന്. എന്റെ പൊന്ന് ഗോപൻ ചേട്ടാ, ദേശാഭിമാനി പത്രമല്ലാതെ വേറെയും പത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടി നല്ല ഉത്തരം കിട്ടും. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ 10 സീറ്റ് ഉണ്ടായ ഞങ്ങൾ 19 സീറ്റിലേക്ക് വർദ്ധിച്ചു. ഭരണത്തിലിരുന്ന നിങ്ങൾ ഭരണത്തിന് പുറത്തേക്ക് പോയി ആ ഭരണം CPM-ന് വെച്ചു കൊടുത്തിട്ട് പറയാ കോൺഗ്രസ് ആണ് കുഴപ്പമെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കോർപ്പറേഷൻ ഭരണത്തിൽ തോറ്റു എന്നുള്ളതിന് ഉത്തരമുണ്ടോ? ജിൻഡോ വഴങ്ങണം. ശ്രീ മനു പ്രസാദ്, നിയമത്തിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാട് ക്ലിയർ ആയോ താങ്കൾക്ക്? BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്നുള്ളതാണ് പറയുന്നത്. അതെ ഞാൻ പറഞ്ഞു. അതായത് ഈ ചർച്ചയുടെ അവസാനമായപ്പോൾ ആരാണ് ഡീലുള്ളതെന്ന് ഈ ചർച്ചയുടെ അവസാനത്തിൽ തെളിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ശിവൻകുട്ടിയെ കഴിഞ്ഞ തവണ നിയമസഭയ്ക്ക് അകത്തെത്തി ഒരു മന്ത്രിയാക്കിയതിന് നിയമത്തെ LDF-ന് മാത്രമല്ല
UDF ആയ ഞങ്ങൾക്ക് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്. അവിടെ ഒരു മുഖ്യമന്ത്രി പിണറായി വന്നു, LDF സർക്കാർ വന്നു, അതിൽ കോൺഗ്രസ്സുകാരായ UDFകാരായ ഞങ്ങൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് ജിൻഡോ തുറന്നു സമ്മതിച്ചു. മാത്രമല്ല ഇത്തവണ ശബരിനാഥനെയും കൂടി അവിടെ വിട്ട്, അതായത് LDFനെതിരായിട്ട് ഇവിടുത്തെ ജനദ്രോഹദ്രവങ്ങൾ നടത്തിയ ഈ CPM സർക്കാരിനെതിരായിട്ട്, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ തകർത്ത ശിവൻകുട്ടിക്കെതിരായിട്ട് ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ വികാരത്തെ സ്പ്ലിറ്റാക്കി വീണ്ടും ശിവൻകുട്ടിയെ അതിനകത്ത് കൊണ്ടുപോയി വീണ്ടും ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ ഒക്കെ ആക്കി പ്രതിപക്ഷത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാമോ എന്ന ധാരണ ഇവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ശബരിനാഥനെ വെച്ചിട്ട് അതുണ്ട് എന്നും പരസ്യമായി ചർച്ചയെ സമ്മതിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇതിലുള്ളത്? ആ ഡീൽ എന്ന് പറയുന്നത് നിയമത്ത് മാത്രമാണോ മനു ആരോപിക്കുന്നത്? മനു പറയുന്നത് നിയമത്ത് മാത്രമാണോ ഈ കോൺഗ്രസ് CPM ഞാൻ ബാക്കി പറയാം. നിയമത്ത് ഞാൻ ആരോപിച്ചല്ല ആര്യ, ഞാൻ അങ്ങയോട് ബഹുമാനപ്പെട്ട അവതാരക അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ഇത് ഞാൻ ആരോപിച്ച കാര്യമല്ല. ഈ ചർച്ചയുടെ തുടക്കത്തിലും അവസാനത്തും കോൺഗ്രസിന്റെ പ്രതിനിധി പരസ്യമായി ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഇത് ഞങ്ങൾ ചെയ്തത് എന്ന്. മാത്രമല്ല ഇനി ഞങ്ങളുടേത് പറയാം. ഷാഫി പറമ്പലിനെ പാലക്കാട് ശ്രീധരൻ സാറിനെതിരായിട്ട് വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിന് നേതൃത്വം നടത്തുന്നത് LDF ആണ്. ഈ ഡീലിന്റെ ഭാഗമായിട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു. STPI ഭീകരവാദത്തെക്കുറിച്ച്, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിച്ചല്ലോ. STPI പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, നേമത്ത് ഞങ്ങൾ ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. അതെന്താണ്? BJP ജയിക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പാലക്കാട് ഞങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? BJP ജയിക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതായത് BJPക്കെതിരായിട്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ LDFനും വോട്ട് കൊടുക്കാൻ ഈ മുന്നണി രണ്ടുപേർക്കും അസ്വസ്ഥമാകാതെ ആരോപണങ്ങളെ കുറിച്ച് അല്ല പറയുന്നത്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.